ADM നവീൻ ബാബുവിന്റെ മരണത്തിലെ ആത്മഹത്യാ പ്രേരണാ കേസിൽ കുറ്റപത്രം സമർപ്പിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയാണ് കേസിലേക്ക് പ്രതി. ദിവ്യയുടെ പ്രസംഗം ADM ജീവനൊടുക്കാൻ പ്രേരണയായെന്ന് കുറ്റപത്രം വിശദമാക്കുന്നത്. യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെ പോയത് ADMനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും കുറ്റപത്രം വിശദമാക്കുന്നുണ്ട്. ദിവ്യയുടെ അധിക്ഷേപത്തിൽ മനം നൊന്താണ് നവീൻ ബാബു ജീവനൊടുക്കിയതെന്നും ആസൂത്രിതമായ അധിക്ഷേപമാണ് പ്രതി നടത്തിയതെന്നും സ്വകാര്യ ചാനലിലെ ദിവ്യ വിളിച്ചു വരുത്തിയതാണെന്നും പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു. 2024 ഒക്ടോബർ 14-നാണ് ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിന് ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ PP ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത്. തൊട്ടടുത്ത ദിവസം ക്വാർട്ടേഴ്സിലെ ഉത്തരത്തിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചുവെന്നാണ് കേസ്. വൈകാതെ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണത്തിന് പോലീസ് കേസെടുത്തു, അറസ്റ്റ് ചെയ്തു. ഇതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പാർട്ടി ചുമതലകളിൽ നിന്നും ദിവ്യയെ CPM ഒഴിവാക്കി. ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടുത്തിയ കുറ്റപത്രം കണ്ണൂർ റേഞ്ച് DIGക്ക് സമർപ്പിച്ചു. DIGയുടെ അനുമതി കിട്ടിയാൽ ഉടൻ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നും ദിവ്യ അല്ലാതെ കേസിൽ മറ്റ് പ്രതികളൊന്നും ഇല്ലെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു. കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒന്നും ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് നവീന്റെ കുടുംബാംഗങ്ങൾ അടക്കം 82 പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. സ്വന്തം ഫോണിൽ നിന്ന് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ദിവ്യ പ്രചരിപ്പിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്താനായിട്ടില്ല. നവീന്റെ കുടുംബങ്ങൾക്കടക്കം 82 പേരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. 400ഓളം പേജുകളാണ് കുറ്റപത്രത്തിലുള്ളത്. നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി ദിവ്യയാണെന്ന ആരോപണത്തിന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷനുടെ അന്വേഷണ റിപ്പോർട്ടും അടിവരയിടുന്നു. പെട്രോൾ പമ്പ് അനുമതിക്ക് നവീൻ കൈക്കൂലി വാങ്ങിയതിനോ ചോദിച്ചതിനോ തെളിവില്ല. എല്ലാം ദിവ്യ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ മാത്രമാകാം. വിരമിക്കാൻ 7 മാസം ശേഷിക്കെ ജന്മനാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയതിന്റെ യാത്രയയപ്പ് ചടങ്ങ് തലേ ദിവസം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്നിരുന്നു. ഇതിനിടെ ചടങ്ങിനെത്തിയ അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നവീനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. ശ്രീകണ്ഠാപുരം ചെങ്ങാളയിൽ TV പ്രശാന്തൻ എന്ന ആൾ തുടങ്ങുന്ന പെട്രോൾ പമ്പിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ദിവ്യയുടെ കുത്തുവാക്കുകൾ. വിവരങ്ങളെല്ലാം എന്റെ കൈവശമുണ്ട് എന്നും 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും പറഞ്ഞ ദിവ്യ ADMന് ഉപഹാരം നൽകുമ്പോൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് അന്ന് വേദി വിട്ടത്. ഇതിന് പിന്നാലെയാണ് രാവിലെ നവീനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് മനുഷ്യരഹിതമായ പ്രവൃത്തി ചെയ്ത വ്യക്തിയെ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും പാർട്ടി തയ്യാറാകില്ല എന്ന് പാർട്ടി നേതൃത്വം അന്നു തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ദിവ്യയെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നത്. എത്ര കണ്ട് പാർട്ടി അനുഭാവിയാണ് എന്ന് പറഞ്ഞാലും അനീതിയെ അംഗീകരിക്കുകയും ക്രൂരതയെ ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സമീപനം പാർട്ടിക്ക് ഒരു തരത്തിലും ഉണ്ടാകില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ദിവ്യയുടെ കേസ്.